ഡൽഹിയിലെ രാജ്യവിരുദ്ധ കലാപ നീക്കത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. കലാപകാരികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കാൻ ഉത്തരവ്. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഇതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിച്ചതോടെ സമരനേതാവ് അഭിജിത് ദീപ്കെ സമരവേദിയിൽ നിന്നും മുങ്ങി. ഇതിനിടെ ഡൽഹിയിലെ രാജ്യവിരുദ്ധ കലാപത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. എസ് ശ്രീകാന്ത്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഈ പാർട്ടികളുടെ അവസ്ഥ നിലവിൽ അവിടെ എന്താണ് വലിയ പാർട്ടി അഭിജിത് ദീപ്കെ വളരെ പെട്ടെന്ന് മുങ്ങാനുള്ളൊരു കാരണം? എന്താണ് ഇപ്പോൾ കേന്ദ്രം എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടി? ശ്രീകാന്ത്, ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹിയിലെ രാജ്യവിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതിനെ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി അത് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് രാജ്യവിരുദ്ധ കലാപമാണ്. അതിനെ ആ രീതിയിൽ തന്നെ അഭിസംബോധന ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. ഇന്നലെ രാത്രി നടന്നത് അത്രയധികം ഭീകരമായ സംഭവങ്ങളാണ്. അതിലിപ്പോൾ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കലാപകാരികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഇതിനുള്ള അധികാരം നൽകിക്കഴിഞ്ഞു. ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഒരു വ്യക്തിയെ ഔപചാരിക കുറ്റം ചുമത്താതെ 12 ദിവസം മുതൽ പരമാവധി 1 വർഷം വരെ തടവിൽ പാർപ്പിക്കാനാകും. ഈ കഴിഞ്ഞ ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ 3 മാസത്തേക്കാണ് ഉത്തരവ് പ്രാബല്യത്തിൽ ഉണ്ടാവുക. ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാം എന്നാണ് വ്യക്തമാക്കുന്നത്. ഇത് നടപ്പിലാക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതായത് ഈ ഡൽഹിയിലെ രാജ്യവിരുദ്ധ കലാപത്തിന്റെ നിറം മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാണ് സർക്കാരിന്റെ ഇടപെടൽ. സമരം ജിഹാദി സംഘടനകൾ ഹൈജാക്ക് ചെയ്തു എന്ന് സർക്കാരിന് മനസ്സിലായി. സമരത്തിലെമ്പാടും ഈ നാരാഹെ തക്ബീർ വിളികളാണ് ഇന്നലെ രാത്രി മുഴങ്ങിക്കേട്ടത്. അതായത് ജിഹാദി സംഘടനകളും അവരെ പോറ്റി വളർത്തുന്നവരും ഇന്നലെ രാത്രി ഈ സമരം ഹൈജാക്ക് ചെയ്തു. ടോൾസ്റ്റോയ് മാർഗിൽ അവർ നാരാഹെ തക്ബീർ വിളിച്ചുകൊണ്ടാണ് പോലീസിനും RAFനും നേരെ കയ്യേറ്റത്തിന് മുതിർന്നത്. അഭിജിത്ത് ദീപ്കയുടെ കൈകളിൽ നിന്നും അയാളെ സ്പോൺസർ ചെയ്ത ആം ആദ്മി പാർട്ടിയുടെയും സോനം വാങ്ചുക്കിന്റെയും ഒക്കെ കയ്യിൽ നിന്നും സമരം പോയിരിക്കുന്നു. ഇതിപ്പോൾ ഭീകര സംഘടനകൾ കൂടി ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. ഈ തെരുവിലെമ്പാടും നാരാഹെ തക്ബീർ വിളികളാണ് മുഴങ്ങിക്കേൾക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണിക്കാനും സാധിക്കും. ആ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ PCR അത് സാധിക്കുമെങ്കിൽ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിലെ ഈ രാജ്യവിരുദ്ധ കലാപത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി വന്നിരിക്കുന്നു എന്നതാണ്. വിദേശ ഫണ്ടിങ് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. അതായത് ഇവിടേക്ക് വിദേശത്ത് നിന്നും ഖത്തറിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിരവധി ഇൻഫ്ലുവൻസേഴ്സ്, ഈ സമരം എന്താണെന്ന് പോലും അറിയാത്ത ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ എത്തി ഈ സമരത്തിന് പിന്തുണ നൽകുകയും കൊളാബുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നും രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള ആളുകൾ കൂടി ഇവിടെ എത്തിയ സംഭവമുണ്ട്. ഇതിലടക്കം NIA അന്വേഷണം വരും എന്നാണ് മനസ്സിലാകുന്നത്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് NIA ഇപ്പോൾ ഇത് സമർപ്പിച്ചത്. അതേസമയം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം, സമരവേദിയിൽ നിന്നും ഈ അഭിജിത്ത് ദീപ്കെ മുങ്ങി എന്നുള്ള വാർത്തയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിച്ചതോടെയാണ് ഇയാൾ മുങ്ങിയത്. അതിനുശേഷം ഇയാളെ ജന്തർ മന്ദറിൽ കണ്ടിട്ടേയില്ല. വൈകുന്നേരത്ത് താൻ എത്തും എന്നൊരു മറുപടി മാത്രമാണ് ഇയാളെ ബന്ധപ്പെടുമ്പോൾ കിട്ടുകയും ചെയ്യുന്നത്. അതായത് പാർലമെന്റ് ആക്രമിച്ചു, അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ തല്ലി തകർത്തു, അവിടെ പ്രാചീൻ ഹനുമാൻ മന്ദിർ, CPയിലുള്ള ഹനുമാൻ മന്ദിർ അടിച്ചു തകർത്തു, ഒരു പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമിച്ചു. അങ്ങനെ ഇന്നലെ രാത്രി നാരാഹെ തക്ബീർ വിളികളോടെയാണ് ഈ പ്രതിഷേധക്കാർ എന്ന് പറയുന്ന കലാപകാരികൾ ടോൾസ്റ്റോയ് മാർഗിൽ അഴിഞ്ഞാടിയത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ CPയിലെ പ്രാചീൻ ഹനുമാൻ മന്ദിർ കത്തിക്കാനുള്ള ശ്രമം നടന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിച്ചത്.